നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ. ഇന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ, അതായത് ഹെയർ ഫോളിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രധാന കാരണം ഹെയർ ഫോളിൻ്റെ ഡാൻഡ്രഫാണ്. അതിന് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ സംസാരിക്കാം. പല കാരണങ്ങളുണ്ട് ഹെയർ ഫോളിന്. ഫസ്റ്റ് മെയിൻ കാരണം ഡാൻഡ്രഫാണ്. ഡാൻഡ്രഫ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? ഒരു പൊടി പൊടി വൈറ്റ് കളറായിട്ട് നമ്മുടെ മുടിയിലൊക്കെ കാണും. ജസ്റ്റ് ചീകുമ്പോൾ എല്ലാം ഒന്ന് വീഴുക, ചൊറിച്ചിലുണ്ടാവുക, ഫ്ലേക്സ് ആയിട്ട്, അതായത് നമ്മുടെ ഡെഡ് സെൽസ്, സ്കാൽപ്പിലത്തെ ഡെഡ് സെൽസ് ഇങ്ങനെ വന്ന് ഷെഡ് ആകുമ്പോഴാണ് ഒരു തടിച്ച് വന്നിട്ടുള്ള കുറേ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് വരെ രീതിയിൽ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ ഡാൻഡ്രഫ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണെന്ന് നോട്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ടിങ് തന്നെ ഇതുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് ഒരു നല്ല ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടൊന്ന് നോക്കൂ. ആയുർവേദത്തിൽ നല്ല ഓയിലുണ്ട്, ഓക്കെ, പിന്നെ ഷാംപൂസ് ഉണ്ട്. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെയർ സിറം വരെ ഉണ്ട്. നാച്ചുറലായിട്ടുള്ള ഹെയർ സിറമുകളും ലഭ്യമാണ്. സോ ഇതിൽ മെയിൻ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിയായിട്ട് മുടി ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ചിലരിങ്ങനെ സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിക്കും. ചിലപ്പോൾ ആ സോപ്പൊക്കെ അവിടെ തന്നെ പറ്റിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും ഒരു കാരണമായിരിക്കും. ചിലർ ഈസ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫംഗൽ ഡെവലപ്മെൻറ്റ്, അതിൽ ഈ ഒരു താരന് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നല്ലതായിട്ട് നറിഷ്മെൻറ്റ് എണ്ണയിലോ ഇല്ല ഭക്ഷണത്തിലൂടെ നറിഷ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒമേഗ 3 റിച്ച് ഉള്ളതും വൈറ്റമിൻ ഇ ഉള്ളതും പിന്നെ ബ്ലഡ് പ്യൂരിഫയർ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുമ്പോൾ ഈ ഒരു ഡാൻഡ്രഫ് പോകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗട്ട് ഹെൽത്ത്, അതായത് ബാഡ് ബാക്ടീരിയാസ് കൂടുതലുള്ള ഒരു ഇൻറ്റസ്റ്റൈനിൽ ഈ ഒരു ഡാൻഡ്രഫിന് കൂടുതലായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ അതൊരു വലിയൊരു പ്രധാന കാരണമാണ്. നമ്മുടെ ഒരു ഫൈബർ ഫുഡോ ഗുഡ് ബാക്ടീരിയ കൂടുന്ന പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഉള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഡാൻഡ്രഫ് നല്ല മാറ്റം വരുന്നുണ്ട്. സോ ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ 2-3 എണ്ണ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കലുണ്ട്. പിന്നെ ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് ക്ലിയർ ചെയ്യേണ്ടി വരും. ബ്ലഡ് പാത്വേ, അതായത് അവിടെ ഒരു കെട്ടിക്കിടന്ന് ഉള്ളതുകൊണ്ട് അവിടെ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ആ ബ്ലഡ് ഫ്ലോ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ടാബ്ലറ്റ്സ് വേണ്ടി വരും, കഷായങ്ങളും അരിഷ്ടങ്ങളൊക്കെ വേണ്ടി വരും. സോ അങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ കഷായം ബേസ്ഡ് ഷാംപൂസ്, സോപ്പല്ലാതെ കഷായം നീമ ആവട്ടെ, പിന്നെ നാൽപ്പാമൃത്തിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കഷായം ബേസ്ഡുള്ള ഷാമ്പുകളുണ്ട്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഹെയർ സിറമുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഡാൻഡ്രഫിന് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ ഫോൾ ഇല്ലാതെ ഹെയർ ഗ്രോത്തിന് നല്ലൊരു മുടി വളർച്ചയ്ക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യുകയോ ഇല്ല വാട്സപ്പിലോ എങ്ങനെ വേണം